നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കർക്കിടക മാസത്തിലേക്ക് നമ്മൾ പോവുകയാണ്. തീർച്ചയായിട്ടും രാമായണ മാസവും കൂടിയാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ. എല്ലാ വീട്ടിലും രാമായണം വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. അതിൻ്റെ ഗുണത്തിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് അമ്മമാർക്കറിയാം. അത് ഓരോ ഖണ്ഡങ്ങളായിട്ടത് വായിച്ച് അതിൻ്റെ പരിസമാപ്തി പട്ടാഭിഷേകത്തോട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സൗകര്യം ഇല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്യുന്ന ചുറ്റുപാടുകളുണ്ട്. അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, ധ്യാനാലയങ്ങൾ ഒക്കെ ഉണ്ട്. കഴിയുന്നത് നമ്മൾ അതിൽ പങ്കുകൊള്ളുക. അതിൻ്റേതായിട്ടുള്ള ഒരു ആത്മനിർവൃതി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും പ്രവർത്തിക്കും. വളരെ പോസിറ്റീവ് എനർജി കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യം മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഇതിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, അതായത് വസ്തു വാങ്ങുക, അത് കച്ചവടം നടത്തുക, പ്ലോട്ട് തിരിച്ച് കച്ചവടം നടത്തുക, അല്ലെങ്കിൽ ബിൽഡിംഗ് വച്ച് കച്ചവടം നടത്തുക, അങ്ങനെ നിൽക്കുന്ന മേഖലയിൽ, അത് ചെറുകിട മുതൽ വൻകിട വരെ ഫ്ലാറ്റ് നിർമ്മാണം വരെ ചെയ്യുന്ന മേഖലയിൽ നിൽക്കുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം ഒന്ന് രണ്ട് നല്ല പ്രോജക്റ്റുകൾ ഈ വർഷം ചെയ്യാനും മുമ്പുണ്ടായിട്ടുള്ള പോരായ്മകളും നഷ്ടങ്ങളും നികർത്താൻ പറ്റുന്ന സാധ്യത കാണുന്നുണ്ട്. അതനുസരിച്ച് പ്ലാൻ ചെയ്താൽ കാര്യങ്ങൾ ഗുണകരമായിട്ട് വരും. അതുമാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പേർക്ക് ജോലി, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ സഹായം അനുകൂലമായി വരികയും ചെയ്യും. വാഹന സംബന്ധമായിട്ടുള്ള ബിസിനസ്, ടൂർ ആൻഡ് ട്രാവൽസ് മേഖലയിൽ നിൽക്കുന്നവർക്കും പുതിയ പ്രോജക്റ്റും ഓപ്പർച്യൂണിറ്റിയിലേക്കും പോകാനുള്ള സാധ്യതകൾ നിരവധി മുന്നിലേക്ക് വരുന്ന സമയമാണ്, അനുകൂലമാണ്. മറ്റ് തടസ്സങ്ങൾ മാറുന്നതിന് ദൈവാധീനത്തിന് വേണ്ടി സുബ്രഹ്മണ്യന്, മുരുകസ്വാമിക്ക് 11 വെള്ളിയാഴ്ച പുഷ്പാഞ്ജലി ചെയ്ത് 11ാമത്തെ വെള്ളിയാഴ്ച പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ കാലയളവിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്കുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ സഹകരിക്കാത്തതിൻ്റെ തടസ്സങ്ങൾ മൂലം നഷ്ടങ്ങൾ വരും. അതായത് നല്ല ഫ്രണ്ട്ഷിപ്പ് നിൽക്കുന്ന ചില വ്യക്തിബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, വിശ്വാസങ്ങൾ പെട്ടെന്ന് ചില ആൾക്കാരുടെ നുണയും പ്രേരണയും പാരവിപ്പും കാരണം അറ്റുപോകും, ബ്രേക്കപ്പായി പോകും. ഇതിൽ മനസ്താവപ്പെട്ടിട്ട് കാര്യമില്ല. അത് തിരിച്ചു വരാൻ കുറച്ച് കാലതാമസം എടുക്കും. അതുകൊണ്ട് നമ്മുടെ പഠനമോ നമ്മുടെ തൊഴിലിനെയോ നമ്മുടെ കാര്യങ്ങളെയോ ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ്, യാഥാർത്ഥ്യം. ഗൃഹത്തിനകത്ത് ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകൾ, രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ളത് പരസ്പരം നിസ്സാര കാര്യങ്ങളെ ചൊല്ലി എന്തിന് ഫോൺ എടുക്കാൻ വൈകിയ കാരണം മതിയാവും. അപ്പോൾ ആ വക കാര്യങ്ങളിൽ നമ്മളായിട്ട് തന്നെ ഒരു സമന്വയ, സമാധാന, സ്നേഹ മനോഭാവം കാട്ടി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൻ്റെ ആവശ്യമാണ്. ഇതും ശ്രദ്ധിച്ചാൽ വളരെ വലിയ ദോഷങ്ങൾ വരെ നമുക്ക് ഗൃഹത്തിൽ വരാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇത് ചിലപ്പം കുട്ടികളുടെ പഠനത്തെ, വിജയത്തെ ബാധിക്കും. ഇത് കുട്ടികളുടെ കാര്യങ്ങളെ ബാധിക്കും. അത് നമ്മൾ കാരണം വരാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാൽ, മിഥുന രാശി. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട വൈരാഗ്യവാശികളും എന്തിന് അയൽപ്പക്ക ഗൃഹവുമായിട്ടുള്ള ചില അസൂയ പ്രശ്നങ്ങളും നമ്മളെ വീണ്ടും നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാൻ പാടില്ല. ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ശത്രുദോഷങ്ങൾ, വൈരാഗ്യദോഷങ്ങൾ, അസൂയ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്വാർത്ഥത, ഇത് നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ വരാത്തതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് വരാൻ പാടില്ല.
ഇവിടെ ഉഗ്ര നരസിംഹ കവചമന്ത്രം ദേഹരക്ഷയായിട്ട് സ്ഥാപിക്കുകയോ സ്ഥലരക്ഷയായിട്ട് സ്ഥാപിക്കുകയോ ചെയ്യേണ്ടത് ഗുണകരമായിട്ടുള്ള മാറ്റം നമുക്കിത് നമ്മുടെ കുടുംബത്തിലും അനുകൂലമായിട്ട് വരും. ഇവിടെ തന്നെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ, സസ്പെൻഷൻ, ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നമ്മുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡീഗ്രേഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ഭീഷണികൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ന്യായമായിട്ടുള്ള രീതിയിലുള്ള അവകാശവും ന്യായമായിട്ടുള്ള രീതിയിലുള്ള ലഭ്യമാകേണ്ട കാര്യവും ഇവിടെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. പൊളിറ്റിക്സ് അതിൽ കാരണമാകാം, രാഷ്ട്രീയം, ചില ആൾക്കാരുടെ കോക്കസിൻ്റെ നുണയും പാരവെപ്പും പ്രശ്നമാകാം. പക്ഷെ ഇവിടെ നമ്മളത് വലിയ ആളാകാൻ പാടില്ല. ഇവിടെ ഒരു മുൻകരുതൽ നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതിന് വേണ്ടിയിട്ട് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് വിഘ്നേശ്വര ഭഗവാനെ വിഘ്നങ്ങൾ വരാതെ കാര്യങ്ങളുമുണ്ട്. പ്രാപിക്കുക എന്നുള്ളത് തന്നെ, പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെ, സമർപ്പിക്കുക എന്നുള്ളത് തന്നെ. 3 വ്യാഴാഴ്ച ഭഗവാന് നാളികേരമുടച്ച് കൂട്ടുഗണപതി ഹോമം ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വിശേഷമാണ്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കൂട്ടുഗണപതി ഹോമം, ഇങ്ങനെ പലതരത്തിലുണ്ട്. അതിന് ഈ അഷ്ടഭാവുക ദോഷങ്ങൾ അതുകൊണ്ട് തീരുന്നതിനുള്ള സമർപ്പണം ഉചിതമായിട്ടുള്ള സമയം തന്നെയാണ്. പൂണർദ്ധത്തിൽ കാൽപൂയം, ആയില്യം, കർക്കിടക രാശി. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ, ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് തീർത്തില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ടെൻഷനുണ്ടാകും, ഉറക്കത്തെ തന്നെ ബാധിക്കും. ഗൃഹത്തിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, അമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ 43 വയസ്സ് കഴിഞ്ഞ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത്. അതെല്ലാവർക്കുമല്ല, ചില ലേഡീസ് സന്ധിവേദന എന്നാലും, യൂട്രസിൻ്റെ പ്രശ്നം, ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം, തൈറോയിഡിൻ്റെ പ്രശ്നം, സിസ്റ്റ്, മുഴയുടെ പ്രശ്നം, ഇങ്ങനെയൊക്കെ പല കാരണങ്ങളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് അനിവാര്യമായിട്ടുള്ള കാര്യം അത് മനസ്സിലാക്കി അത് എന്താണെന്ന് കണ്ടെത്തി അതിന് നമ്മൾ ടെൻഷൻ അടിക്കാതെ ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ഇതിന് വഴിയുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ നമ്മൾ മുന്നിട്ട് നിന്ന് അത് പുറമേക്ക് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഗുണകരമായിട്ടുള്ള സമയം തന്നെ. ഉത്രത്തിമുക്കാലത്തം, ചിത്തിരത്തര, കന്നിരാശി. ഭഗവതീ കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപദോഷം കുടുംബത്തിൽ പൂർവികമായിട്ടുള്ളത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായച്ചിത്തം, നിവർത്തി പരിഹാരം നമ്മൾ ചെയ്യണം. ഒന്നുകിൽ ഗൃഹത്തിൽ വെച്ച് ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് 11 ആവർത്തി ഉപചാര സമർപ്പണം നടത്തി ഗോദാനം അത് ഉപചാര സമർപ്പണത്തിൽ കൂടി കിഴിപ്പണമായിട്ട് സമർപ്പിച്ച് ചെയ്തുകൊണ്ട് ആ വക ശാപദോഷങ്ങൾ, കോപദോഷങ്ങൾ മന്ത്രസഹിത ഉപചാരത്തിൽ തീർത്ത് മുന്നോട്ട് പോകണം. ആ ലക്ഷ്മീനാരായണ പൂജ കഴിഞ്ഞ് തിലഹോമ ശുദ്ധിയും കഴിഞ്ഞിട്ട് ത്രിഭൂഷണ സമർപ്പണം ചെയ്യുന്നത് ഗുണകരമായിട്ട് വരും. വെള്ളിയിലെ ചന്ദ്രക്കലയും താലിയും പൊട്ടും യഥാവിധി ശിവഭഗവാനും ഭഗവതിക്കും വിഷ്ണു ഭഗവാനും സമർപ്പിച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്നത് അനുഗ്രഹ ആശിസ്സുകൾ കിട്ടാൻ വളരെ ഗുണകരമാകും. നാഗോപദേശ ഭാവുക യോഗം അത് നാഗരാജ, നാഗയക്ഷി, നാഗകന്യകാ സമർപ്പണം, ആയില്യപൂജ, സർപ്പപ്രീതി പരിഹാരം എന്നിവ ചെയ്ത് ആ രാഹുകേതു ദോഷങ്ങളും പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാകുന്നു. ചിത്തിരത്തര, ചോതി, വിശാഖത്തെ മുക്കാൽ, തുലാം രാശി. ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. സാമ്പത്തിക അധിക ചെലവുകൾ നമ്മൾ നിയന്ത്രിച്ച് പോകേണ്ട സമയമാണ്, പ്രത്യേകിച്ച് വരുന്ന 3.5 മാസം. തൊഴിൽ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില ചലഞ്ചസ് വരാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവർ സമയോചിതമായിട്ട് ഇടപെടാതെ മാറി പുറംതിരിഞ്ഞ് നിൽക്കുന്ന മാനസിക വിഷമം നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. ഒരു ജാഗ്രതയോടുകൂടി അതിനെ മറികടന്ന് മുന്നോട്ട് പോയേ പറ്റൂ. കാരണം നമുക്ക് സഹായിക്കാൻ നമ്മളേ ഉള്ളൂ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ട ഒരു കാര്യം. കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവഹാരങ്ങൾ, ഡിവോഴ്സ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശവാദം, ഇതും പുറമേക്ക് പരിഹരിച്ച്
സെറ്റിൽമെൻറ്റിലാക്കി അത് മുന്നോട്ട് അവരവരുടെ ജീവിതത്തിൽ സുഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി ദൈവാധീനത്താൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. അതിന് നമ്മളും കൂടെ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി സമീപിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയം. വിശാഖത്തെക്കാൾ അനിഴം കേട്ട വൃശ്ചികരാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം തന്നെ കാണുന്നുണ്ട്. ഇവിടെ പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്കും പാർട്ട്ണർഷിപ്പിലേക്കും പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫേമുകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയാൽ വിജയിക്കും. അത് ഡോക്ടേഴ്സ് ആയിരുന്നാലും എഞ്ചിനീയേഴ്സ് ആയിരുന്നാലും ചാർട്ടേഡ് അക്കൗണ്ട് ആയിരുന്നാലും അഡ്വക്കേറ്റ്സ് ആയിരുന്നാലും പുതിയ ചേംബറും മറ്റു കാര്യങ്ങളിലേക്കായിരുന്നാലും പുതിയ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നാലും പാർട്ട് ടൈം ആയിട്ടായിരുന്നാലും ഒത്തിരി നല്ല സാഹചര്യം ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന സമയം അത് പ്ലാൻ ചെയ്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യവും ദൈവാധീനവും കാണുന്നുണ്ട്. ബാങ്ക് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ തിരിച്ചടവിനുള്ള നോട്ടീസൊക്കെ വന്നിരിക്കുന്നവർക്ക് സാവകാശം കിട്ടാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ മുൻകൈ എടുത്ത് അതിന് ശ്രമിക്കണം. പ്രത്യേകിച്ച് വായ്പാ നടപടി, ജപ്തി നടപടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നവർക്ക് ഇത് സാവകാശത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുത്താൽ അനുകൂലമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല്, ധനു രാശി ഇവിടെ ഈശ്വരാധീനം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം നിർത്തിയിട്ട് കളഞ്ഞിട്ട് വരണോ വേണ്ടേ എന്നുള്ള സാഹചര്യം. കാരണം നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ അവഗണിച്ച് ചില കോക്കസിൻ്റെ പിണിയാളുകളായിട്ട് അവർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോടു കൂടി ഉൾക്കൊണ്ട് നമ്മളെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുമെങ്കിലും മാനസികമായിട്ട് 1.5-2 മാസം കൂടി ഇതിന് ക്ഷമിച്ച് നിൽക്കാനുള്ള കെൽപ്പ് നമ്മൾ നേടിയെടുത്തേ പറ്റൂ. ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും 7 ദിവസം ചെയ്താൽ ഒരു പരിധിവരെ നമുക്കതിൽ നിന്ന് മറികടന്ന് ന്യായമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാൻ ദൈവാധീനം ധനുരാശിക്ക് ഗുണകരമായിട്ടുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റുള്ള മീറ്റിങ്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് സൂര്യൻ്റെ കാലഹോരിയും ഗുരുവിൻ്റെ കാലഹോരിയും നമ്മൾ തിരഞ്ഞെടുത്താൽ ലക്ഷ്യപ്രാപ്തിയിലും വിജയപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വളരെ ഗുണകരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സ്കിൻ സംബന്ധമായിട്ടുള്ള ചില രോഗാദി ലക്ഷണങ്ങൾ കാണുന്ന അത് അനുകൂലമായിട്ട് മാറ്റിയെടുക്കുന്നെങ്കിൽ കഴിയുന്നതും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം. ആ അലട്ടൽ, വിഷമങ്ങൾ അത് മാറി സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാദി ഭാവുകങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. സ്വല്പ കാലതാമസം വരും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആകുമ്പോൾ എന്നുള്ളതാണ് സത്യം. ഉത്രാടത്തിനേക്കാൾ തിരുവോണം, അവിട്ടത്തര, മകരരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം നല്ല രീതിയിൽ അനുഭവപ്പെടുന്ന സമയമാണ്. അതോടൊപ്പം കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗൃഹത്തിനകത്ത് ചില പ്രശ്നങ്ങൾ മൂലം വീട് തന്നെ മാറിപ്പോകണോ വേണ്ടേ എന്നുള്ള സാഹചര്യം ഉണ്ടാകാം. അത് അതിര് തർക്കമാകാം, വഴിയുടെ പ്രശ്നമാകാം, അവകാശത്തിൻ്റെ കാര്യത്തിലാകാം. ഈ വക പ്രശ്നങ്ങൾ കാരണം നമ്മളായിട്ടതിന് വീണ്ടും ദുരിതവും കഷ്ടതയും അനുഭവിക്കേണ്ടതില്ല, ഇവിടുന്ന് മാറിയാലേ പറ്റൂ എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വേള ഒരു 2 മാസം കൂടി വെയിറ്റ് ചെയ്തിട്ട് മാറുന്നതായിരിക്കും ഉചിതം. കാരണം ചില ബന്ധങ്ങൾ, ചില കാര്യങ്ങൾ അത് വഷളായി നഷ്ടപ്പെടുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ഗുണകരം വരില്ല, ദോഷമേ വരുള്ളൂ. ഇത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ പരിഹരിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് 11 ദിവസം മുടങ്ങാതെ പുഷ്പാഞ്ജലി ചെയ്താൽ പരിഹാരം ഈശ്വരാധീനത്താൽ കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അവിട്ടത്തര, ചതയം, പൊരുരുട്ടാതി, മുക്കാൽ, കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. 2ാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക്, ആദ്യത്തെ ബന്ധം ഡിവോഴ്സായി അല്ലെങ്കിൽ മരിച്ചുപോയി, ഇനി ഒരു പാർട്ട്ണർ വേണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം വരാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്.
പക്ഷേ ആവശ്യം നമ്മുടേതാണെന്നുള്ള തിരിച്ചറിവ് വേണം. നമ്മൾ തന്നെ മാനസികമായിട്ട് അതിന് തയ്യാറെടുത്ത് മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നാലേ പറ്റുള്ളൂ. അതോടൊപ്പം രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. വരുന്ന 3-4 മാസത്തിനകത്ത് തന്നെ പോസിറ്റീവായിട്ടുള്ള സന്തോഷ റിസൾട്ട് നമുക്ക് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. ഭാഗ്യസൂക്ത ഉപചാര സമർപ്പണം ഗൃഹത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ അമ്പലത്തിൽ ചെയ്യുക. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയായിട്ട് ചെയ്യുന്നതും തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ദൈവാധീനം സഹായകരമാണ്. ഇവിടെ തൃക്കേട്ട, മകയിരം, ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വരുന്നത് ശരിയായിട്ടുള്ള പാപസാമ്യ ഘടന, യോജിപ്പ്, ചേർച്ച ഇല്ലെങ്കിൽ അത് സന്താന ഭാഗ്യം ഡിലേ ആകും. ഈശ്വരാധീനം ഗുണകരമായിട്ട് അനുകൂലമായിട്ട് മുന്നോട്ട് പോകാൻ സഹായകരമാകും. പ്രത്യേകിച്ച് വിഘ്നേശ്വര ഭഗവാൻ അതിൻ്റെ സമർപ്പണം ചെയ്ത് വിഘ്നങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനാ സമർപ്പണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പൂരുരുട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി, മീനം രാശി കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. പുതുതായിട്ടുള്ള വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അത് അനുകൂലമായി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ സാധ്യത തേടി പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. വിദേശത്ത് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അഡ്മിഷനും അതനുസരിച്ച് ഫ്യൂച്ചറിൽ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാകാനും സഹായകരമായിട്ടുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ഇവിടെ ഈശ്വരാധീനത്തിന് വേണ്ടി കുടുംബക്ഷേത്രത്തിൽ അതിൻ്റെ സമർപ്പണം ചെയ്യുന്നതോടൊപ്പം ശ്രീ ദുർഗാ ഭഗവതിക്ക് 7 ചൊവ്വാഴ്ച തൃശ്ശതി മന്ത്രാർച്ചന, കുങ്കുമാർച്ചന ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ സ്പീഡപ്പാക്കാനും വിജയിക്കാനും സഹായകരമാകും. ദൈവാധീനം തുണയാകും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച.